ഹായ് സഞ്ജയ്. സാർ. സഞ്ജയ് സുരേഷ് യെസ്, അതെ. സ്പോട്ടിൽ ഇന്നായ ആളാണ്. അതെ അതെ. അതെങ്ങനെയാണ് സംഭവിച്ചേ? സ്വപ്നം എന്ന് പറയുമല്ലോ, അതാണ് സംഭവിച്ചത്. ഇതിൻ്റെ സൂപ്പർ സ്റ്റാറിൻ്റെ ഒക്കെ ടി വിയിലും പ്രോഗ്രാംസ് കാണാറുണ്ട്. അതുപോലെ തന്നെ റീൽസും, ഇപ്പോൾ റീൽസാണല്ലോ ഇപ്പോൾ പ്രചാരണം. അപ്പോൾ അങ്ങനെ റീൽസും കുറേ കാണാറുണ്ട്. അങ്ങനെ കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചൊരു വേദിയാണിത് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓഡീഷനൊക്കെ വന്നു. കിട്ടുന്ന പ്രതീക്ഷയില്ലായിരുന്നു. കാരണം നമ്മളെക്കാൾ എത്രയോ അധികം ടാലൻ്റഡ് ആൾക്കാരാണ് ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുക, കണ്ടസ്റ്റൻസ് ആയിട്ടുള്ളത്. അപ്പം അവരൊക്കെ പാട്ട് കേൾക്കുന്ന സമയത്തും കാണുന്ന സമയത്തും അവരുടെ പെർഫോമൻസ് കാണുന്ന സമയത്തും കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി. ശരത് സാർ, മഞ്ജുല മാം, ഇതുപോലത്തെ ലെജൻഡറി ആൾക്കാരുടെ മുമ്പിൽ പാടാൻ പറ്റുന്നത് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച്. ഈ ഓഡീഷനിൽ ഇവരെന്നോട് പറഞ്ഞത് വന്ന് സ്പോട്ടിൽ തന്നെ സാറ് ഡിസൈഡ് ചെയ്തു ഇന്നെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചതെന്ന് എന്നാണ് വിചാരിക്കണേ? ആ സമയത്ത് ദൈവജനം കൊണ്ട് നന്നായിട്ട് പാടാൻ സാധിച്ചതുകൊണ്ടും അത്യാവശ്യം പെർഫോം ചെയ്യാൻ പറ്റിയത് കൊണ്ടും ആയിരിക്കാം സ്പോട്ട് സെലക്ട് ആയത്. സാറിന് നന്ദി പറയുന്നു സെലക്ട് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയൊക്കെ എന്താ പറഞ്ഞത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അച്ഛനും അമ്മയും പണ്ടത്തെ ഷോകളിലും ശരത് സാറ് ജഡ്ജസ് ആയിരുന്നല്ലോ. റിയാലിറ്റി ഷോയിൽ കാണുമ്പോഴൊക്കെ അച്ഛനും അമ്മയും ആഗ്രഹിക്കാറുണ്ട് ഒന്ന് കാണണമെന്നും ഒക്കെ. അവർക്കും ഞാൻ സെലക്ട് ചെയ്ത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവർക്കും ഒരു എത്രയും ലെജൻഡറിയായിട്ട് ആൾക്കാരെ കാണാൻ സാധിക്കും. എൻ്റെ പാട്ട് അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ. എങ്ങനെയാണ് ഈ മ്യൂസിക്കൽ ജേണി പറയൂ? ഇവിടം വരെ എത്തിയതിനുള്ള ഒരുപാട് തരത്തിലുള്ള കടമ്പകൾ കടക്കണമല്ലോ. ജനിക്കുമ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ക്ലച്ച് സ്ലിപ്പ് എന്ന് പറയും. ഈ മുച്ചുണ്ടൊക്കെ വിട്ടിട്ട് അതുപോലെ തന്നെ അണ്ണാക്കും എൻ്റെ സ്പ്ലിറ്റായിട്ടും ചേർന്നാവുന്നില്ലായിരുന്നു. അപ്പോൾ അത് ഓപ്പറേഷൻ വഴി വെച്ചതാണ് ഇപ്പോൾ. അപ്പം അങ്ങനെയൊക്കെ ആദ്യം സംസാരിക്കുമോ എന്ന് അറിയാത്തൊരു കുട്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ പാട്ട് പാടാൻ ഇത്രയെങ്കിലും പാട്ട് പാടാൻ ആവുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചും അച്ഛനെ സംബന്ധിച്ചും അമ്മയെ സംബന്ധിച്ചും വലിയൊരു മഹാഭാഗ്യമാണ് ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി ഇത്രയും വലിയൊരു വേദിയിൽ ഒരു സെലക്റ്റായത് ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞത് അമ്മയച്ഛനൊക്കെയാണ്. എൻ്റെ ആദ്യത്തെ ഗുരു അച്ഛനാണ് എൻ്റെ ആദ്യത്തെ പാഠങ്ങളൊക്കെ പറഞ്ഞെന്ന് ഇവിടെ വരെ എത്തിച്ചത് എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരും ഒക്കെയാണ്. അച്ഛൻ പഠിച്ചിട്ടുണ്ട് പാട്ട്? അച്ഛൻ മ്യൂസിക് ഫീൽഡ് തന്നെയാണ്. അച്ഛൻ കീബോർഡ് ആർട്ടിസ്റ്റാണ്. അച്ഛൻ പ്രോഗ്രാംസ് ഷോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചെറിയൊരു അച്ഛൻ്റെ മ്യൂസിക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പോസൊക്കെ ചെയ്യുമോ? കമ്പോസ് അത്യാവശ്യം ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ ഇപ്പം ഭയങ്കരമായിട്ടൊന്നും അറിയില്ല, എന്നാലും അത്യാവശ്യം ചെയ്ത് നോക്കാറുണ്ട്. ഇങ്ങനെ. സഞ്ജയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സായി? ഇപ്പം 18ആയി. 18ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ പഠിക്കുന്നത് പ്ലസ് ടുവിന് പഠിക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ ചെറിയ ആളാണ് അല്ലേ? ഇനി പ്ലസ് ടുവിനുള്ളവർ തന്നെയാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ഏറ്റവും ചെറിയ കുട്ടിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. അതുപൊളി. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു സ്പേസാണ്. സ്റ്റേജ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, പല ജോണേഴ്സിലേക്ക് പാടണം, ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിലുള്ളതാണ്. അതെങ്ങനെയാണ് നേരിടുമെന്നാണ് മനസ്സിലൊരു പ്ലാൻ? ഇവരുടെയൊക്കെ ഗ്രൂമിങ് കിട്ടിയാൽ തന്നെ അതനുസരിച്ച് കറക്റ്റ് ഫോളോ ചെയ്ത് പാടിയാൽ തന്നെ പഠിച്ചാൽ തന്നെ നമുക്ക് എത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാനൊക്കെ പറ്റും. നമ്മുടെ ഗ്രൂമേഴ്സ് പറയുന്ന പോലെ പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ടും ബാക്കിയുള്ള ആൾക്കാർക്ക് പറയുന്ന പോലെ പെർഫോമൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്കൊരു പേടിയില്ല, സ്റ്റേജ് ഫിയർ ഇല്ലാത്ത രീതിയിൽ നമ്മളെ തന്നെ ആക്കിയെടുക്കണം. അത് ഇവരുടെ ഗ്രൂമിങ് കൊണ്ട് എന്താ നമുക്ക് ആയി വരുന്നുണ്ട്. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി നല്ല എഫേർട്ട് ഇട്ടാൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇവരുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ സോങ്സ് പാടാനും പെർഫോം ചെയ്യാനൊക്കെ പറ്റും. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. ഇനിയും അത് നന്നായിട്ട് തുടരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഏത് കൈൻഡ് ഓഫ് പാട്ടുകളൊക്കെ കൂടുതൽ ഇഷ്ടം, ഇല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നത്? പെർഫോം ചെയ്യാൻ അങ്ങനെ മെലഡീസാണ് കേൾക്കാറ്. പക്ഷേ നമ്മളീ സ്റ്റേജ് ഷോസൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അടിപൊളി പാട്ടുകളും പഠിക്കാറുണ്ട് അത്യാവശ്യം. പിന്നെ ഇതുപോലുള്ള കോമ്പറ്റീഷൻസിൽ സെമി ക്ലാസിക്കലും കൂടി വേണ്ടുന്നതുകൊണ്ട് അതും നോക്കാറുണ്ട്. മെലഡി കുറച്ചും കൂടി അധികം ഇഷ്ടം. മ്യൂസിക്കിനെ ശരിക്കും ഒരു കമ്പോസർ എന്നുള്ള രീതിയിലാണോ, ആ ആസ്പെക്റ്റിലാണോ നോക്കി കാണുന്നത്, അതേ ഒരു സിംഗർ എന്നുള്ള ആസ്പെക്ട്സിലാണോ നോക്കി കാണുന്നത്? രണ്ട് രീതിയിലും വേണമെങ്കിൽ പറയാം. എന്നാലും നമ്മളിപ്പോൾ കമ്പോസിംഗ് മേഖലയിലേക്ക് അധികം നോക്കാത്തത് കൊണ്ട് ആസ് എ സിംഗർ എന്നുള്ള നിലയിലാണ് ഇപ്പം നോക്കുന്നത്. പക്ഷെ അച്ഛനെ പോലെ കുറച്ചുകൂടെ ഒരു ആ തരത്തിൽ ഇൻവോൾവഡ് ആവണമെന്ന് ആഗ്രഹിക്കണില്ലേ? അത് ഉറപ്പായിട്ടും. കമ്പോസിംഗ് ഒക്കെ ഇനിയും കുറേ പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഇവരുടെയൊക്കെ സഹായം കൊണ്ട് എന്തായാലും പഠിക്കാൻ പറ്റുന്ന ഉറപ്പാണ്. എത്രത്തോളം പോകാൻ പറ്റുമെന്ന് നോക്കാം. ഇൻസ്റ്റയിലൊക്കെ എങ്ങനെയാണ്, ആക്റ്റീവ് ആണോ? ഇൻസ്റ്റയിൽ ആക്റ്റീവ് കുറച്ച് കുറവാണ്. FBയിൽ കുറച്ചുകൂടി അധികം ആക്റ്റീവാണ്.
എഫ് ബിയിൽ അത്യാവശ്യം റീച്ചൊക്കെ കിട്ടാറുണ്ട്, പാട്ടും റീൽസൊക്കെ ഇടുന്ന സമയത്ത്. ഇൻസ്റ്റ കുറച്ച് കുറവാണ്. എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുമോ? അങ്ങനെ അല്ല, അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യും. പക്ഷെ അതിന് മാറ്റണം. എല്ലാ ഇനി മാറ്റണ്ട, മാറിക്കോളും തനിയെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ ഇടുമ്പോഴത്തേക്ക് മാറും. എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു വേദിയാണ്. ഇത്രയും ഇപ്പം തന്നെ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഹൈ ലെവലിൽ ആക്കുക, മാക്സിമം പെർഫോം ചെയ്യുക. ഒരു കോമ്പറ്റീഷൻ ആണെന്നുള്ള അർത്ഥത്തിൽ തന്നെ ആ തരത്തിലും കാണുക, പക്ഷെ പാട്ടിനെ സ്നേഹിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് പഠിച്ചെടുക്കാനുള്ള ഒരു സ്പേസ് ആയിട്ടും കാണുക എന്നാണ്. അങ്ങനെ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു.